ദാ ഇത് പിടിക്ക്. എന്തിന്? ഇത് 50,000 രൂപയുണ്ട്. നാളെ തന്നെ ബാങ്കിൽ പോയി ഗൗതം പുതിയൊരു അക്കൗണ്ട് തുടങ്ങണം. വാടകയും അഡ്വാൻസും ബാക്കി ചെലവുകളും പിന്നെ കുറച്ച് പൈസ മാറ്റി വെച്ചിരിക്കുന്നതും കഴിച്ചുള്ള സംഖ്യയാണിത്. അക്കൗണ്ട് തുടങ്ങാൻ എന്താ വേണ്ടതെന്ന് വെച്ചാ അതും കൂടി സംഘടിപ്പിച്ച് ഗൗതമിന്റെ പേരിൽ പുതിയൊരു അക്കൗണ്ട് തുടങ്ങണം. ആ, ഇത് അത്രയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്കിൽ നിന്ന് എടുക്കാവൂ. ഇത് കോടികളിലേക്ക് വളരാനുള്ള ഗൗതമിന്റെ തുടക്കമാണ്. നിന്റെ കഴുത്തിൽ ഇപ്പൊ കിടക്കുന്ന ഈ മഞ്ഞച്ചരട് മാറ്റി അരപ്പവന്റെങ്കിലും ഒരു നൂല് പോലുള്ള മാല വാങ്ങി അതിൽ ഈ താലി ഇട്ടുകൂടെ നിനക്ക്? ഈ താലി മഞ്ഞ ചരടിൽ കിടന്നാലും സ്വർണ്ണ നൂലിൽ കിടന്നാലും എനിക്ക് ഒരുപോലെ തന്നെയാണ്. ഈ 50,000 ഗൗതമിന്റെ അക്കൗണ്ടിൽ കിടക്കട്ടെ. ഒട്ടും വൈകാതെ ഇത് കോടികളിലേക്ക് വളരുമെന്ന് എനിക്കറിയാം. അന്ന് ഗൗതം എന്നെ സ്വർണം കൊണ്ട് മൂടും, അതും എനിക്ക് ഉറപ്പാ. അതെ, ഇത് പിടിക്ക്. ആ പണം എടുത്ത് ഇയാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞാ അതെങ്ങനെ ശരിയാവും? പാവനിധി എനിക്കൊരു അക്കൗണ്ടും ഡെപ്പോസിറ്റും വേണമെന്ന് കരുതി തന്ന പണമാ. അത് ഈ വഴിക്ക് അങ്ങ് ഇല്ലാതാക്കിയാൽ നിധി എന്ത് വിചാരിക്കും? വേറെ വഴിയില്ല. എന്തായാലും അതെടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. സർ. എന്താ? ഞാൻ പണം തരാം സർ. തരാന്ന് പറഞ്ഞാ പോരാ, ഇങ്ങോട്ട് എടുക്ക്. അത് പിന്നെ ഫോൺ വഴി ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് തരാം. ആ ഫോണൊന്ന് തരുമോ? 1 രൂപ പോലും കയ്യിലില്ലാന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ പൈസ എവിടെ നിന്ന് വന്നു? ആകെ മൊത്തം ടോട്ടൽ ഉടായിപ്പാണല്ലേ. ദാ പിടിക്ക്, എന്നിട്ട് പൈസ ഇങ്ങോട്ട് അയക്ക്. നേരത്തെ ലൊക്കേഷൻ അയച്ച നമ്പറിലേക്ക് അയച്ചാൽ പോരൂ സർ? ആ അത് തന്നെ, അതിലേക്ക് അയക്ക്. സർ സെൻഡ് ചെയ്തു, ഒന്ന് ചെക്ക് ചെയ്തോളൂ. ആ വന്നിട്ടുണ്ട്. എൻ്റെ സർട്ടിഫിക്കറ്റ്സ്. ആ അത് ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചത് നന്നായി. ദാ പിടിക്ക്. സാർ ഞാൻ പണം ഇട്ട് തന്നല്ലോ, ഇനി ഞാൻ ജോലിയിൽ കണ്ടിന്യൂ ചെയ്തോട്ടെ? അയ്യോ വേണ്ടായേ, 1 ദിവസത്തെ സേവനം കൊണ്ട് തന്നെ തൃപ്തിയായി. സാർ ഒരു കാര്യം ചെയ്യും, ഇവിടത്തെ ജില്ലാ കളക്ടറുടെ ഒഴിവുണ്ടോന്ന് അന്വേഷിക്കും. പ്ലീസ് സാർ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. തന്നോടല്ലേ പറഞ്ഞ് ഇറങ്ങി, ഒന്ന് പോടോ ഇറങ്ങി. എന്തൊരു കഷ്ടകാലമാണിത്. നിധിയോടാണെങ്കിൽ ഇന്ന് പുറത്തു പോകാന്ന് പറഞ്ഞതുവാ. ഇനിയിപ്പോ എന്തു ചെയ്യും? എന്തോ കളഞ്ഞ അണ്ണാനെ പോലെ നടക്കുന്നു എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ആ ദൃശ്യം ഇപ്പൊ നേരിൽ കാണാൻ പറ്റും. എന്തു പറ്റിയട മോനെ? വട്ടിപ്പലിശക്കാരന്റെ ഓഫീസിൽ ഗുണ്ടാപ്പണപ്പൊരു ഉദ്യോഗം കിട്ടി ജോയിൻ ചെയ്ത ദിവസം തന്നെ ജോലി പോയി കിട്ടിയല്ലേ? സൂക്ഷിക്കണ്ടേ? പിടിച്ചുപറിക്കാരും കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഉള്ള നാടല്ലേ ഇത്. കണ്ണ് തപ്പിയ കയ്യിലിരിക്കുന്ന അടിച്ചോണ്ട് പോവാമാര്. അതുമാത്രമല്ലെന്നേ, പ്രതികാരം എന്ന് പറയുന്നത് ഒരു ലഹരിയായി തലയ്ക്ക് പിടിച്ച CKC എന്ന ഞാൻ വാഴുന്ന നാടാണല്ലോ കുട്ട ഇത്. ശത്രുവിന്റെ ചലനം പോലും മണത്തറിയും. ആളെ വിട്ട് കണ്ണിൽ മണ്ണ് വാരിയെറിഞ്ഞ് കയ്യിലിരിക്കുന്ന പണം തട്ടിയെടുത്ത് ഊരാക്കുടുക്കിൽ കൊണ്ട് ചാടിക്കുകയും ചെയ്യും. താനാണ് ഇതൊക്കെ ചെയ്യിച്ചത്. കിട്ടിയ ജോലിയും പോയി, കയ്യിലിരുന്ന കാശും പോയി. സാരമില്ല, വിഷമിക്കണ്ട. എന്റെ ഡ്രൈവറായിട്ട് ജോയിൻ ചെയ്തോ. ആ ഫിനാൻസർ തരാന്ന് പറഞ്ഞ അതേ ശമ്പളം ഞാനും തന്നേക്കാം. എന്തു പറയുന്നു? ആ ഇതിലിപ്പോ വലിയ അഭിമാന പ്രശ്നമൊന്നുമില്ലെന്നേ.
ഭാര്യയും കൊണ്ട് പട്ടിണി കിടന്ന് ചാവുന്നതിനേക്കാൾ നല്ലത് എവിടെയെങ്കിലും എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കുന്നല്ലേ ഗൗതം? എന്താ ശരിയല്ലേ? എന്നാ പിടിക്ക് നിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ. എന്നെ നിന്റെ അടിമയാക്കി കളയാമെന്നും വരുതിയിൽ നിർത്തിക്കളയാമെന്നും എന്തേലും ഒരു ചിന്ത നിനക്കുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല ചന്ദ്രബോസെ. എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. പക്ഷേ പോയി കെട്ടിത്തൂങ്ങി അങ്ങ് അവസാനിക്കേണ്ടി വന്നാലും തൻ്റെ മുന്നിൽ കൈനീട്ടി ശമ്പളമായിട്ട് പോലും 5 നയാ പൈസ വാങ്ങേണ്ട അവസ്ഥയ്ക്ക് ഞാൻ നിന്ന് തരില്ല. ദേഷ്യപ്പെടാതെ ഗൗതം. ഒന്നും നീ മനഃപൂർവ്വം വരുത്തി വെക്കുന്നതല്ലോ. ജാതകദോഷം അങ്ങനെ കരുതിയാ മതി. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ജാതകം എടുത്ത് ഏതെങ്കിലും ഒരു നല്ല ജോത്സ്യനെ കാണിച്ച് ആദ്യം അതിനൊരു പരിഹാരം ചെയ്യും. അല്ല അതെങ്ങനെ? ഈ ജാതകം എന്ന് പറയുന്ന സാധനം അങ്ങനെ നിനക്കുണ്ടോ? ജനിച്ച നാളോ ദിവസമോ ഒക്കെ അറിയണമെങ്കിൽ തള്ള ആരാണെന്ന് അറിയണം. അത് ചോദിച്ചറിയാൻ ഒരു തന്തയും മസ്റ്റായിട്ട് വേണം. അത് നിനക്കില്ലല്ലോ. ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് തല പോയിക്കാതെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേ. ഇപ്പൊ രക്ഷ കൺമുന്നിൽ നിൽക്കുന്ന ഈ ഞാൻ മാത്രമാണ്. ഈ കാൽക്കിലേക്കൊന്ന് വീണേക്ക്, വീണ് മാപ്പിരക്ക്. നിനക്ക് എന്റെ ഡ്രൈവർ പണി, നിന്റെ ഭാര്യയ്ക്ക് എന്റെ ഭാര്യയുടെ ദാസിപ്പണി. എങ്ങനെയുണ്ട്? ബിസിനസ് പോയിട്ട് 5 രൂപ കൈനീട്ടി വാങ്ങാൻ ഗതിയുണ്ടാകുന്നൊരു കൂലിവേല പോലും ചെയ്ത് ജീവിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല ഗൗതം. ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചുറപ്പിച്ച് ഈശ്വരമംഗലം വിട്ടിറങ്ങുമ്പോഴും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, നീ എന്ന ശത്രു എന്റെ പുറകെ തന്നെ ഉണ്ടാവുന്ന. ഞാൻ നിന്നെ ഒരിക്കൽ കൊല്ലാതെ വിട്ടതും നീ ഇങ്ങനെ കൂടെ ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് ചന്ദ്രബോസെ. കാരണം നീയാണ് എന്റെ ഊർജം. നീ നോക്കിക്കോ, ഞാൻ തിരിച്ചു വരും ആ പഴയ ഗൗതമായിട്ട് തന്നെ. എന്റെ കഴിവിലും ആത്മാർത്ഥതയിലും എനിക്ക് വിശ്വാസം ഉള്ളിടത്തോളം കാലം നിന്നെ തറ പറ്റിച്ച് ഇല്ലാതാക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. കാത്തിരുന്നോ നീ.